ഓട്ടോ ജേർണലിസ്റ്റ് ആയിട്ടുള്ള റോഷൻ നമ്മുടെ ഒപ്പമുണ്ട്. റോഷൻ, ഈ അപകടങ്ങൾക്കൊക്കെ ഒരു പരിധി ഒരു കാരണം വാഹനങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് ഇല്ലായ്മയാണ് എന്ന് പലപ്പോഴും കണ്ടെത്താറുണ്ട്. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപകടത്തിൽപ്പെട്ട പല വാഹനങ്ങളും പരിശോധിക്കുമ്പോൾ അതിൽ പ്രോപ്പറായി ടയർ മാനേജ് ഉണ്ടാവില്ല, കൃത്യമായ ടയർ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അങ്ങനെ പല കാരണങ്ങൾ വാഹനത്തിന് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് ഇല്ലാത്തത് ഇപ്പോഴത്തെ ഒരു അപകടങ്ങൾക്ക് പലതിനും ഒരു കാരണമാകുന്നുണ്ടല്ലേ? ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ വാഹനങ്ങളുടെ കണ്ടീഷൻ ആണ് ഒരു ഫാക്ടറെങ്കിൽ നമുക്ക് പല നിയമങ്ങളും ഉണ്ട് വാഹനങ്ങളുടെ കണ്ടീഷൻ നോക്കാനായിട്ട്. ഇപ്പം ടെസ്റ്റ് ഉണ്ട്, എല്ലാ വർഷവും തന്നെ ടെസ്റ്റ് ചെയ്യുന്ന വാഹനങ്ങളുണ്ട്. ഇതിന് ടെസ്റ്റിംഗ് സമയത്ത് നമുക്ക് പല വാഹനങ്ങൾക്കും ടെസ്റ്റിംഗ് എവറി ഇയർ ടെസ്റ്റിംഗ് ഉണ്ട്, എസ്പെഷ്യലി കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണെങ്കിൽ. ആ സമയത്ത് ആക്ച്വലി RTO അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെന്റ് സമ്പ്രദായങ്ങൾക്കെല്ലാം ഇത് ടെസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അവിടെ ഉണ്ടാവുന്ന കോംപ്രമൈസസ് ആണ് ഇപ്പം അങ്ങനെയുള്ള ഒരു കോംപ്രമൈസ് എല്ലാം നടക്കുന്നതും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. ദാറ്റ് ഇസ് ഫസ്റ്റ് തിങ്. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് പറയാം. പക്ഷെ അതിലും എല്ലാം ഉപരി ഒരു ആക്സിഡന്റ് ഉണ്ടാകുക എന്നുള്ളത് ഒരു റെഗുലർ സാധനമാണ്. ആക്സിഡൻസ് ഉണ്ടാകുക എന്നുള്ളത് റോഡിൽ ഉണ്ടാകാതിരിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മൾ ഓടിക്കുന്ന വാഹനം അല്ലെങ്കിൽ ഓടിക്കുന്ന ആളുകളുടെ ഒരു ഇതുപോലെ ഇരിക്കും. പക്ഷെ അവയർനെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അവർക്ക് കൃത്യമായിട്ട് എത്ര സ്പീഡിൽ ഒരു റോഡിൽ ഓടിക്കണം, നമ്മുടെ എല്ലാ റോഡിലും എത്ര സ്പീഡ് വേണം എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നതാണ്. നമുക്ക് അവിടെ ഇവിടെ ഒരു ക്യാമറയുണ്ട്. ഇപ്പം ക്യാമറ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓടിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എവിടെയാണ് ക്യാമറ എന്നുള്ളത്. ഒരു 90% ആളുകളും ആ ഒരു ക്യാമറയുടെ സ്ഥലത്ത് എത്തുമ്പോൾ സ്പീഡ് കുറച്ചു പോകുന്ന ഒരു കാര്യം നമ്മൾ എല്ലാ ആളുകളും കാണുന്നത് തന്നെയാണ്. അപ്പൊ അതിന് ക്യാമറയേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക, കൃത്യമായിട്ട് ഇത്ര സ്പീഡിലാണ് ഒരു റോഡിലൂടെ പോകാവുള്ളൂ എന്നുള്ളൊരു കാര്യം. അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇന്റർസെപ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. ഇന്റർസെപ്റ്റേഴ്സ് സാധാരണ നിൽക്കുന്നത് എല്ലാം ഏതെങ്കിലും ഇറക്കമുള്ള സമയത്ത്. ബേസിക്കലി ഇന്റർസെപ്റ്റേഴ്സ് വരുന്നത് എങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് അതിന്റെ ഫൈൻ മേടിക്കാം എന്നുള്ളൊരു ഒറ്റ ചിന്തയിൽ മാത്രമാണ് ഇന്റർസെപ്റ്റേഴ്സ് മിക്കവാറും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് പകരം അത് റാൻഡം ആയിട്ടുള്ള സ്പേസിൽ ഇത് ചെക്കിങ് വന്നു കഴിഞ്ഞാൽ ആളുകളെല്ലാം അതിൻ്റെതായ സ്പീഡിലാണ് പോകുള്ളൂ. ദാറ്റ് ഇസ് വൺ മേജർ ഫാക്ടർ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ റോഡ് കണ്ടീഷൻസ് ആണ്. ഇപ്പം സാർ പറഞ്ഞ പോലെ തന്നെ റോഡ് കണ്ടീഷൻസ് നന്നായേ പറ്റൂ. നമ്മളെല്ലാവരും ടാക്സ് അടയ്ക്കുന്ന ആളുകളാണ്. റോഡ് കണ്ടീഷൻസ് നന്നായാൽ തന്നെ ആളുകൾക്ക് പല ഇറിറ്റേഷൻ, നമ്മുടെ എല്ലാവരുടെയും ഡിസിപ്ലിൻ ആണ് പ്രശ്നം. ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് കുറേയൊക്കെ ഇറിറ്റേഷൻ വന്നിട്ടും പിന്നെ മദ്യം അല്ലെങ്കിൽ ആൽക്കഹോളിന്റെ അതുപോലെ ഡ്രഗ്സിന്റെ എല്ലാത്തിന്റെയും ഒരു സപ്പോർട്ടോടുകൂടി വണ്ടി ഓടിക്കുമ്പോഴൊക്കെയാണ്. അതിനെല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള റോഡ് കണ്ടീഷൻസ് നന്നാവണം, റോഡുകൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ബേസിക്കലി. പിന്നെ ഉള്ളത് അവയർനെസ്, കൃത്യമായിട്ടുള്ള ഫൈൻ, കൃത്യമായിട്ടുള്ള ശിക്ഷ എല്ലാ കാര്യത്തിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ആ ഒരു പേടി ഉണ്ടാകും.